ഇതാണ് ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. പ്രോട്ടം സ്പീക്കറാണ് ഫലം പ്രഖ്യാപിക്കേണ്ടത്. സ്പീക്കർ ആര്? പ്രഖ്യാപനം. ഓർഡർ. എല്ലാവരും തൽസ്ഥാനങ്ങളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓർഡർ. ആരും എഴുന്നേറ്റ് നിൽക്കരുത്. എല്ലാവരും തൽസ്ഥാനങ്ങളിൽ ഇരിക്കുക. അവിടെ സീറ്റ് ഇരിക്കുക. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. ശ്രീ ബി ഗോപകുമാർ 3 വോട്ട്, ശ്രീ AC മൊയ്തീൻ 35 വോട്ട്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും കിട്ടി. പ്രോട്ടം സ്പീക്കർ വോട്ട് ചെയ്തില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, a veteran political leader, an uncorrupt so far, great experience in political and parliamentary field, former Home Minister, simple and accessible to all. He is declared elected as Speaker of 16th Kerala Legislative Assembly. I wish him all success. My entrusted job as Protem Speaker is over, and thanks to the cooperation of the whole House for your creative cooperation. Especially my thanks to the Venerable Chief Minister Sri V.D. Satheesan, respected opposition leader Sri Pinarayi Vijayan. Also thanks to the Legislative Secretariat. Thanks to you all. Thanks. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഇലക്ടഡ് സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വേദിയിലേക്ക് ആനയിക്കേണ്ടതാണ്. സ്പീക്കർ ചേംബർ ഒക്കപ്പ് ചെയ്യാൻ അദ്ദേഹത്തെ ആനയിക്കേണ്ടതാണ്. സ്പീക്കർ കസേര ഏറ്റെടുത്ത ശേഷം അനുമോദനങ്ങൾ. കേരള നിയമസഭയിലെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അല്പസമയം മുൻപാണ് പ്രോട്ടം സ്പീക്കർ ആ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത്. മുൻ ആഭ്യന്തരമന്ത്രിയാണ്. വളരെയേറെ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള മുതിർന്ന നേതാവാണ്. അഴിമതിയുടെ കറ പുരളാത്തത് എന്ന് പ്രോട്ടം സ്പീക്കർ പറയുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. ഏതായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകൾ, AC മൊയ്തീന് 35 വോട്ടുകൾ, NDA സ്ഥാനാർത്ഥിക്ക് 3 വോട്ടുകൾ. ആ തരത്തിലേക്ക് ഒരു വോട്ട് പോലും മറിഞ്ഞിട്ടില്ല, മാറ്റിക്കുത്തിയിട്ടില്ല, അസാധുവായിട്ടില്ല. കൃത്യമായ വോട്ടുകൾ പോൾ ചെയ്യേണ്ടുന്ന ഇടത്ത് തന്നെ പോൾ ചെയ്യപ്പെട്ടു എന്നതാണ്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അദ്ദേഹത്തിന്റെ ചെയറിലേക്ക്, സ്പീക്കറുടെ ചെയറിലേക്ക് ആനയിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന്. അതാണ് അതിന്റെ കീഴ്വഴക്കം. അതിനുശേഷം അനുമോദനമുണ്ടാകും. പ്രോട്ടം സ്പീക്കർ തന്റെ ചുമതല അവസാനിച്ചു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ സ്പീക്കറിന് വിജയാശംസ നേർന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിച്ച് അവസാനിപ്പിച്ചത്. പുതിയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ചെയറിലേക്ക് ആനയിച്ചത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നിയമസഭയിൽ നിന്നുള്ളത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.